الحمد لله أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിതം സക്രിയമാക്കണം എന്ന് ഒരിക്കൽ കൂടി പരസ്പരം ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചും അതിന്റെ വിശ്വാസ കർമ്മ നടപടികളെ സംബന്ധിച്ചും വളരെ ഗൗരവത്തോടു കൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ആ വിഷയങ്ങൾ എത്ര പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കേൾക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ജീവിതത്തിൽ കൃത്യമായി അതനുസരിച്ചുകൊണ്ട് തയ്യാറെടുക്കുകയും ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കുവാനുള്ള അവസരം ഒരാൾക്കും അല്ലാഹു തആല കൊടുക്കൂല. ശാശ്വതമായി ജീവിക്കുക എന്നത് ഈ ഭൂമിയിൽ ഇല്ല. കാരണം ഈ ഭൂമി മനുഷ്യരോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു. ഇനിയൊരു പുതിയ ജനറേഷൻ ഇവിടെ വരാനില്ല. ആദ്യമായി ഭൂമിയിൽ താരീഖുകൾ പറയുന്നു ഭിന്നുകൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടായി. ആ ഭിന്നുകൾക്ക് ശേഷം പിന്നീട് ജിന്നുകൾ എന്ന് പറയുന്ന വർഗമുണ്ടായി. ആ ജിന്നുകൾക്ക് ശേഷം ഇൻസാൻ എന്ന് പറയുന്ന ഒരു വർഗത്തെയാണ് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതോടുകൂടി കർട്ടൻ താന്നു. ഇനി ലോകാവസാനമല്ലാതെ പുതിയൊരു ജീവനേഷം വരാനില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതം നമ്മുടെ മരണത്തോടു കൂടി അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പല യുക്തിവാദികളും പദാർത്ഥവാദികളും സയൻസും ഒക്കെ തലക്ക് പിടിച്ച ആളുകൾ പറയുമെന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമോ? അത് വ്യർത്ഥമാണ്, അതില്ലാത്തതാണ്. ഇത് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഖുർആൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ശാസ്ത്രീയമായും ലോജിക്കായും ബുദ്ധിപരമായും സമർത്ഥിച്ചെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരാളും ഇന്ന് ഖുതുബ കേൾക്കാനുണ്ടോ? ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതും റസൂൽ പറഞ്ഞതും നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിച്ച കാലം അത്രയും വിശ്വസിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമാണ് മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു. അപ്പൊ ഈ ജീവിതം യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് എന്തിനാണ്? തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഉല്ലസിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. മറിച്ച് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു നിങ്ങളിൽ ജീവിതവും മരണവും ഉണ്ടാക്കിയത് എന്തിനാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതം ഉണ്ടാക്കിയത് എന്തിനാണ്? ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാണ്? എന്താ പരീക്ഷണം? അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി സുഹൃതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് എന്ന പരീക്ഷണമാണ്. ഈ ഭൂമി മൊത്തം പരീക്ഷണമാണ്. മനുഷ്യർ തന്നെ സംവിധാനിച്ചത് മുഴുവനും പരീക്ഷണങ്ങളാണ്. പരീക്ഷയില്ലെങ്കിൽ ഒന്നിനും എന്തില്ല, ജയപരാജയങ്ങളില്ല. ഉണ്ടോ? ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ വരെ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ട്, പരീക്ഷയുണ്ട്. സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ വിജയിക്കണമെങ്കിൽ എത്ര പരീക്ഷകളുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ മുഴുവനും മനുഷ്യർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പരീക്ഷ. എന്തിനാ പരീക്ഷ? വിജയത്തിലെത്താൻ വേണ്ടി. ഇതേ മനുഷ്യനോട് മരണത്തിന് ശേഷമുള്ള മരണാന്തര ജീവിതത്തിലേക്ക് വേണ്ടിയാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാലോ? അതില്ല. അത് മണ്ണോട് കൂടി ലയിച്ചു, പിന്നെ അവസാനിച്ചു. അതാണോ ശരി? അല്ല. അതൊരിക്കലും ശരിയല്ല. മറിച്ച് അത് യാഥാർത്ഥ്യമാണ് എന്ന് വളരെ വ്യക്തമായി ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും മനുഷ്യരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ. അവർ ആഖിറത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പരലോകം എന്നത് നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ആ ലോകത്തേക്ക് വേണ്ടിയാണ് അള്ളാഹ് എനിക്ക് ഈ കുറഞ്ഞ ആയുസ് നൽകിയത് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ആ ബോധം ഉണ്ടാകണം. മഹാന്മാരായ റസൂലുള്ളാഹിയുടെ സ്വഹാബികൾ അങ്ങനെയുള്ള ഒരു ബോധത്തിലേക്ക് വന്നവരായി.
എന്നാൽ ആ ബോധം അവർക്ക് കിട്ടുന്നതിന് മുമ്പ്, ഈ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഈ വെളിച്ചം ഇസ്ലാം അഹ്ലുസുന്ന അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് അവരാരായിരുന്നു? മദ്യപിച്ചും വ്യഭിചരിച്ചും തമ്മിലടിച്ചും യുദ്ധങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയും ചീട്ടുകളിയും ചൂതാട്ടവും അതുപോലെ തന്നെ വ്യഭിചാരവും സകലമാന തോന്നിയാസങ്ങളും ജീവിച്ച് ആഹ്ലാദിച്ച് ജീവിച്ച ഒരു സമുദായമായി. പക്ഷെ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ, ആഖിറത്തെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം ഹൃദയത്തിൽ ഉടങ്കുലമായപ്പോൾ, അവർക്ക് മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുക്കൽ മാത്രമായിരുന്നു അവരുടെ ജീവിതം. അതിനു വേണ്ടിയായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ആ ഒരു ഓർമ്മയിലായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വിഷമം കണ്ടുകൊണ്ട് സ്വഹാബികൾ ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോ ഇപ്പൊ മരിച്ചു പോകുമോ എന്ന ടെൻഷൻ, നിരാശ അവർക്ക്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രോഗം ബാധിച്ച് കിടന്നിട്ടുള്ളൂ, മരിക്കാൻ കിടക്കുകയല്ല, ഒരു രോഗം ബാധിച്ച് ഒരു പനി പിടിച്ച് കിടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ ചിന്തിച്ചത്, ഇത് എന്റെ അവസാനത്തെ പനിയാണോ, ഇതെന്റെ അവസാനത്തെ ജീവിതമാണോ, ഞാൻ യാത്ര പോകാനായിട്ടുണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ തന്റെ ചുറ്റും കൂടിയുന്നവരോട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു വാക്ക് കവിതയായി പിന്നീട് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. എന്താണ്? അദ്ദേഹം പറയാണ്, ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിൽ ഈ മരണത്തെ കുറിച്ച്, റൂഹ് പിടിക്കുന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അങ്ങനെ അന്തം വിട്ട് ജീവിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, എന്നാൽ അൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി, അവരെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ ബാറ് അവരുടെ തോലിനോട് എത്ര പ്രകാരം ഒട്ടി നിൽക്കുന്നുവോ അതുപോലെ മരണം അവരുടെ കണ്ണനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നു എന്ന കാര്യം അവരാരും മനസ്സിലാക്കുന്നില്ല. ഏത് സമയവും മരണം സംഭവിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ധാരാളം സമയം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? അള്ളാഹിനെ കുറിച്ച് ഓർക്കാറുണ്ട്, ഈ പരലോകത്തെ കുറിച്ച് കരയാറുമുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ, ധാരാളമായി സമയമായല്ലോ പള്ളിയിൽ ഇരുന്ന് കരയുന്നു, എന്താ പ്രശ്നം? എന്തെങ്കിലും വല്ല കുടുംബമോ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുണ്ടോ? നമ്മളൊക്കെ കരയാറുള്ളത് അതുകൊണ്ടാണ്. ദുനിയാവിന്റെ കാര്യം വെച്ചിട്ട് നമ്മൾ കരയാറുള്ളത്. ആഖിറത്തെ കുറിച്ച് ഓർത്ത് കരയാറുണ്ടോ? കരയണം. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി റസൂലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കൈഫ നഫറഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ നമ്മളൊന്ന് സന്തോഷിക്കുക, എങ്ങനെയാണ് നമ്മളൊന്ന് ആഹ്ലാദിക്കുക? അൽ മൗതു അമാമനാ, നമ്മുടെ മുന്നിൽ മരണമുണ്ട്, വൽ ഖബറു വറാഅനാ, നമ്മുടെ പിന്നിൽ ഖബർ ജീവിതമുണ്ട്, അൽ ഖിയാമത്തു മൗഇദുനാ, ചെന്നു ചേരാനുള്ള മഹ്ശറയുണ്ട്. ഈ മൂന്ന് സംഗതി ഉണ്ടാവുമ്പോ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒന്ന് ഡിസോർഡറായി ജീവിക്കുക? സഹോദരങ്ങളെ, നമുക്ക് അല്പമൊക്കെ ആസ്വദിക്കാം, ആഹ്ലാദിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാം, നല്ല വീടെടുക്കാം, ഒരൽപ്പം കളിക്കാം, ടൂർ പോകാം, ഒന്നും തകരാറില്ല. പക്ഷേ ജീവിതം മുഴുവനും ഈ നശിച്ചു പോകുന്ന ദുനിയാവിന്റെ ചിന്തകളിൽ ചെലവഴിച്ച് അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട കുറഞ്ഞ സമയം പോലും ചിട്ടയോടുകൂടി, വൃത്തിയോടുകൂടി, ഭംഗിയോടുകൂടി നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിൽ നമുക്കിവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് യാത്ര പോകണം. പണ്ഡിതന്മാര് പറഞ്ഞു എന്ത്? ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ, ആ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ഇവിടെ വാവിട്ട് കരയുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ ആ കുട്ടി, ആ മനുഷ്യൻ ചിരിച്ചു കൊണ്ടുപോകണോ? അതാണ്. അങ്ങനെ പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുവേണ്ടി ജീവിതത്തിന്റെ തിരിച്ചറിവ് അല്ലാഹു നൽകുമാറാകട്ടെ. തിരിച്ചറിവ് നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ അല്ലാഹു തആല നൽകിയ ഇടത്തൊട്ടിലാണ്, ഇടത്താവളമാണ് ഈ ഭൂമി ലോകമെന്നും. അതുകൊണ്ട് ഇവിടെ പരമാവധി നമ്മൾ ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തണം. ഇപ്പോ ദുൽഹിജ്ജ മാസത്തിൽ അമലുകൾക്ക് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്ന രാവ് മാറ്റിവെച്ചാൽ റമളാനിലെ അവസാനത്തെ 10 ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഞാൻ അടങ്ങുന്നവരോട് ചോദിക്കുകയാണ്, എത്ര ആളുകൾ ആ ചിന്തയിൽ ജീവിക്കുന്നുണ്ട്? സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് വരെ പള്ളിയിൽ, 6:03, 6:04 ഉദയം, ഒരു 6:25 വരെ പള്ളിയിൽ ഇരിക്കുക.
എന്നിട്ട് ദിക്റും ദുആകളും കഴിഞ്ഞ് 2 റക്അത്ത് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് നിസ്കരിച്ച് തിരിച്ചു പോയാൽ സ്വലാത്തുൽ ഇശ്റാഖ് എന്ന് പറയും. പൂർണ്ണമായ ഹജ്ജിന്റെ ഉംറയുടെ കൂലി കിട്ടുന്ന. ഇപ്പൊ നമ്മുടെ ഹാജിമാര് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ആ മലകൾ താണ്ടി ആ ഹജ്ജിന്റെ ആധാറുകളിലൂടെ കടന്നു പോകുമ്പോ എത്ര പ്രയാസമുണ്ട് അവർക്ക്. വെയിലും ചൂടും അല്ലെ, പട്ടിണിയും പ്രയാസങ്ങളും തിക്കും തിരക്കും നടത്തും, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുന്ന ഹാജിമാരുടെ അതേ പ്രതിഫലം ഒരു അറഫ് പോലും കുറയാതെ നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിന്? സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു 6:30 വരെ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു പോയാൽ. ഞാൻ ചോദിക്കട്ടെ, സുബഹിക്ക് വരുന്നവരോട്, വരാത്തവരുടെ കാര്യം എടുക്കാൻ, വരുന്നവരോട് ചോദിക്കട്ടെ, ആ രൂപത്തിലൊന്ന് മൂട് അവിടെ മുസല്ലിയിൽ ഉറപ്പിച്ചിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പൊറാട്ടക്കല്ലും ഇരുന്ന മാതിരി അല്ലേ? ചുട്ടുപഴുത്ത പൊറാട്ടക്കല്ലും ഇരുന്ന മാതിരി. നിസ്കാരം കഴിഞ്ഞാൽ ജഗോയി മുട്ടട്ട മാതിരി അപ്പൊ പാഞ്ഞ് ഉള്ള സാധാരണ ദിക്ർ പോലും എടുക്കാൻ നേരം. എവിടേക്കാ നമ്മൾ പോണത്? മൊബൈൽ ബുക്ക് നോക്കിയാണ് പോയി അങ്ങാടി പോയി പത്രം വായിച്ച് അവിടെ ഇന്ന് ചായയും കുടിച്ച് മൊബൈലും കാണാൻ, പിന്നെ പെരിയിരിക്കുക, പിന്നെ കഴിഞ്ഞ ഡ്യൂട്ടിക്ക് പോവുക. ഒരു 20 മിനിറ്റ് ഉദയം കഴിഞ്ഞിരിക്കാൻ ചെയ്താൽ പൂർണ്ണമായ ഹജ്ജിന്റെ ഉംറയുടെ കൂലി തരാം അല്ലാഹു പറഞ്ഞു. ഈ ദുൽഹിജ്ജയിലെ ഇനി ശേഷിക്കുന്ന ദിവസങ്ങളെങ്കിലും അങ്ങനെ ഒന്ന് പള്ളിയിൽ വചനം ഇരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നൽകിയ ബുദ്ധിയും ചിന്താശേഷിയും റബ്ബിന്റെ ദീനിന് വേണ്ടി പഠിക്കാനും അതിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അതിനെ പ്രാധാന്യത്തോടുകൂടി അറിയാനും അള്ളാഹു നമുക്കും നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നാളെ ആഖിറത്തിൽ അന്ധന്മാരായി എപ്രാളപ്പെടുന്ന ഭയഭീകരമായ മഹ്ശറിൽ നഷ്ടകാരികൾ പെടുന്ന അള്ളാഹു നമ്മെ വിജയിപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم.